ചേച്ചി ആങ്കറിങ് ചെയ്തു എന്ന് പറഞ്ഞപ്പോ ഞാൻ ഓർക്കുന്നത് ചേച്ചി ആങ്കർ ചെയ്യും, ആക്ട് ചെയ്യും, പടം വരയ്ക്കും അല്ലേ? പടം വരക്കില്ല. പടം വരയ്ക്കൂലേ? ഇല്ല. കുക്ക് ചെയ്യും. പടം വരയ്ക്കുന്ന ഞാനൊരു വീഡിയോ കണ്ടിട്ടുണ്ട്. അതൊക്കെ ഉണ്ട്. അതൊക്കെ വരയ്ക്കൂലേ? അപ്പൊ വരക്കൊന്നുമില്ല, ഞാൻ ചുമ്മാ അതിന്റെ മുകളിൽ കൂടെ വരച്ചെന്നേ ഉള്ളൂ. എല്ലാരും തെറ്റിദ്ധരിച്ചു. പക്ഷെ ചേച്ചി വരയ്ക്കും, ഞാനും വിചാരിച്ചു ചേച്ചി വരച്ചതാന്നല്ല. അല്ലല്ല. ഓക്കെ. പറഞ്ഞോ. കുക്ക് ചെയ്യും? അതൊക്കെ ചെയ്യും. പിന്നെ നന്നായിട്ട് ഡ്രൈവ് ചെയ്യും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഏത് വണ്ടിയാ? എല്ലാ വണ്ടികളും. അല്ല ചേച്ചിക്ക് ഏത് വണ്ടിയാ? എനിക്ക് എന്റേത് എർട്ടിഗ ഉണ്ട്, പിന്നെ ടാറ്റ നെക്സൺ ഉണ്ട്, സാൻട്രോ ഉണ്ട്. ഓക്കെ. ചേച്ചി അതുപോലെ ചേച്ചി ദോസ്തില് ചെയ്ത ക്യാരക്ടർ ഉണ്ടല്ലോ. അപ്പോ ഈ കുറച്ചു കാലം മുമ്പ് ഞാനൊരു ട്രോള് കണ്ടതാണ്. അതായത് ആ ചേച്ചി നിങ്ങൾ എല്ലാരും കൂടെ അടിച്ചു പൊളിക്കുന്ന ഒരു പാട്ടുണ്ടല്ലോ, ഒരു പാർക്കിൽ വീഗാലാൻഡിൽ പോയിട്ട് അടിച്ചു പൊളിക്കുന്ന ഒരു പാട്ടുണ്ട്. എനിക്കറിയാം എന്താ പറയാ. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് സീൻ ചേച്ചി ഒളിച്ചോടി പോകുന്നതാണല്ലോ. അപ്പൊ ട്രോള് വന്നിരിക്കുന്നത് ഒളിച്ചോടി പോകുന്നതിനും ഇത്രയും സന്തോഷത്തോടെ ഓടിച്ചാടി പോകുന്ന നായിക ആദ്യമായിട്ട് കാണുക. നന്നായി ആസ്വദിച്ചു. പിന്നെ വേറെ ഇപ്പോ മോണിക്ക എന്നൊരു പാട്ടില്ലേ വൈറലായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്റെ എത്ര ഞാൻ ഇനിയും പറയാം, ഒരുപാട് വർഷക്കാലം കഴിഞ്ഞാലും ഏത് പാട്ട് വൈറലാവുന്നോ ആ പാട്ടിൻ്റെ കൂടെ ഇന്ദ്രൻ ചേട്ടൻ്റെയും എൻ്റെയും പാട്ട് ചേർക്കും. മറ്റേ റാസ്പുട്ടിന്റെ പാട്ട് വന്ന് ഹിറ്റായ സമയത്തും പാർവതി പരിണയത്തിൽ ഞാനും ഇന്ദ്രൻ ചേട്ടനും, നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും. എത്രയോ ആളുകൾ എനിക്ക് അറിയില്ല അയച്ചു തന്നിട്ടുണ്ടെന്നറിയോ. പിന്നെ മോണിക്ക എന്നുള്ള പാട്ട് ഇത് എത്രയോ കാലം മുമ്പ് ഇന്ദ്രൻ ചേട്ടൻ നന്നായിട്ട് ചെയ്തതാണെന്ന് പറഞ്ഞിട്ട് എൻ്റെയും ഇന്ദ്രൻ ചേട്ടൻ്റെയും കൂടെ ഇപ്പം എന്നിട്ട് ഞാൻ കഴിഞ്ഞ അമ്മയുടെ മീറ്റിങ്ങിന് ഇലക്ഷന് വേണ്ടിയിട്ട് വന്ന സമയത്ത് ഇന്ദ്രൻ ചേട്ടൻ എന്നോട് ചോദിക്കുക, ഡാ നമ്മള് പാട്ടാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ചോദിച്ചു ഏതാ ഇന്ദ്രൻ ചേട്ടൻ? മോണിക്ക. അപ്പൊ എന്താ പറയാ, ആ പാട്ട് എല്ലാ കാലത്തിലും മാച്ചിങ് ആണ്. ആ സ്റ്റെപ്പൊക്കെ ആണെങ്കിൽ ഏത് കാലത്തുള്ള സ്റ്റെപ്പ് അതൊക്കെ കറക്റ്റ് ബീറ്റിനനുസരിച്ച് വന്നിട്ടുണ്ട്. നമ്മൾ അത് ചെയ്യുന്ന അന്നത്തെ സമയത്ത് നമ്മൾ ചിന്തിച്ചിട്ട് പോലും റാസ്പുട്ടിന് വേണ്ടിയിട്ടും വൈറലായി. ഏത് വൈറൽ പാട്ട് എടുത്ത് നോക്കിയാലും അതിന് കറക്റ്റാണ് ആ മ്യൂസിക്. പക്ഷെ പലർക്കും അറിയുമെന്നറിയില്ല ഞാനാണ് ഇന്ദ്രൻ സാറിന്റെ കൂടെ ചെയ്യുന്നതെന്നുള്ളത്. എനിക്ക് അറിയില്ല അത് കറക്റ്റായിട്ട്. കാരണം കമന്റ്സിലൊക്കെ മനസ്സിലാവുന്നില്ല ഇത് ഞാനാണ് എന്നുള്ളത്. ചേച്ചി ഇങ്ങനെ ട്രോൾസ് ഒക്കെ എൻജോയ് ചെയ്യുന്ന ആളാണ്? പിന്നെ എല്ലാം എൻജോയ് ചെയ്യും. ഞാനീ പറഞ്ഞ ദോസ്തിലെ സാധനമേ അത് കാണുമ്പോഴാണ് നമ്മൾ ആലോചിക്കുന്നത് ശരിയാണല്ലോ ഇങ്ങനെ ഉണ്ട് എന്നുള്ളത് അല്ലേ? ഓക്കെ. നേരത്തെ പറഞ്ഞതുപോലെ ഇത്രയും കൊല്ലമായിട്ട് ഇൻഡസ്ട്രിയിൽ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരാളാണ്. അപ്പം ചേച്ചിക്ക് ഇഷ്ടമുള്ള സീരിയലിൽ ചെയ്ത ഈ ഒരു ക്യാരക്ടർ ഏതാണെന്ന് പിക്ക് ചെയ്യാനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. ബട്ട് സ്റ്റിൽ എന്നാലും നമുക്ക് ക്ലോസ് ടു ഹാർട്ടായിട്ട് നമുക്ക് ഒരു റെക്കഗ്നിഷൻ കിട്ടിയേ, നമുക്ക് തന്നെ ആസ് ആൻ ആക്ടർ ഒരു ആൾക്കാർ തിരിച്ചറിഞ്ഞ അങ്ങനെ ഒരു ക്യാരക്ടർ ഏതായിരുന്നു? ഉണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സിനിമയാണ് ആദ്യം ചെയ്തത്. അപ്പോൾ എല്ലാവരും എന്നെ അഡ്വൈസ് ചെയ്തു. അന്ന് മനോരമയുടെ ഒരു സീരിയൽ ഉണ്ടായിരുന്നു. അന്ന് മനോരമ വിഷൻ അല്ല, മനോരമ പ്രൊഡ്യൂസ് ചെയ്യുന്നൊരു ഇതുണ്ടായിരുന്നു. അപ്പോൾ സുകുമാരി അമ്മ എല്ലാവരും ഉണ്ട്, ജഗന്നാഥ വർമ്മ അവരൊക്കെയുണ്ട്, വിജുവേട്ടനാണ് അതിനകത്ത് ഇത് ഒരു ക്യാരക്ടർ ചെയ്തത്. അപ്പോൾ വിജയകുമാറിൻ്റെ വൈഫായിട്ട് ചക്കരയും വാവയും എന്ന് പറഞ്ഞിട്ട് ഇന്നും ആളുകൾ എത്രയോ ആളുകൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ കട പൂട്ടി ആ സീരിയൽ കാണാൻ വേണ്ടി പോയിട്ടുണ്ടെന്ന്. ആ ഒരു സീരിയലിനെ പറ്റിയിട്ട് ശരിയാണ്. ആ സീരിയൽ ഒരു നല്ലൊരു ഹിറ്റായിരുന്നു. ഇപ്പോഴും ആൾക്കാർക്ക് എന്നെ ചക്കര എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് വിളിക്കുന്നത്. ചക്കരയും മാവേലി ചക്കരയല്ലേ എന്ന് പറഞ്ഞിട്ടാണ് ആൾക്കാർ എൻ്റെ അടുത്ത് സംസാരിക്കുന്നത്. സിനിമ ഇത്രയും ചെയ്തെങ്കിലും ഒരു 10-50ഓളം സിനിമ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ സീരിയലുകൾ ൂടെയാണ് കൂടുതൽ ആൾക്കും ആ ഒരൊറ്റ സിനിമ ഞാൻ പറഞ്ഞില്ലേ, പൂവേ ഉനക്ക്, തമിഴ്നാട്ടിൽ പൂവേ ഉനക്കാക എന്ന് പറയുന്ന ഒരു സിനിമ കാരണമാണ് ഞാൻ അത്രയും ആളുകൾക്ക് ഇഷ്ടം ആയിട്ട് വന്നിട്ടുള്ളത്. അതേപോലെ ഇവിടെ മലയാളത്തിലാണെന്നുണ്ടെങ്കിൽ ഈ നിറമാല എന്ന് പറയുന്ന സീരിയലും പിന്നെ അതിനോടനുബന്ധിച്ച് വന്ന കണക്റ്റഡ് ആയിട്ടുള്ള 1-2 വേറെയുണ്ട്. ചന്ദ്രോദയത്തിലെ സുമിത്ര, അത് ഇന്നും ഇപ്പം MR അങ്കിൾ പറഞ്ഞു എത്ര കാലം കണ്ടു കഴിഞ്ഞാലും അതൊന്നും മറക്കാത്ത നല്ല സത്തുള്ള സീരിയലുകളാണ്. ഇപ്പോഴത്തെ പോലത്തെ കുശുമ്പ് കുന്നായ്മ അങ്ങനത്തെ ടൈപ്പ് ഒന്നുമല്ല സ്റ്റോറീസൊക്കെ അന്നൊക്കെ. ചേച്ചി എന്നിട്ട് പൊതുവെ നമ്മളിങ്ങനെ ഈ സീരിയൽ ആക്ടേഴ്സിന് സിനിമയിലേക്ക് അവർ പ്ലേസ്ഡ് ആവുക കുറച്ച് പാടാന്ന് പറയും, സിനിമയിലേക്ക് വരാൻ. അല്ലെങ്കിൽ സിനിമയിൽ നിന്ന് വന്നിട്ട് പിന്നെ അവർ സീരിയലിലോട്ട് ട്രൈ ചെയ്യത്തില്ല. പക്ഷെ ചേച്ചിയുടെ കാര്യത്തിൽ ചേച്ചി ഇത് രണ്ടിലും വളരെ ആക്റ്റീവായിട്ട് രണ്ടും ബാലൻസ് ചെയ്ത് പോകുന്നുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു പ്രോസസ്സ് എങ്ങനെയാ ചേച്ചി ആ പ്രായത്തിൽ അത് കൊണ്ടുപോയത്? അത് മേ ബി ബിക്കോസ് ഓഫ് ഇമ്മെച്യൂരിറ്റി എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. പക്ഷെ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൂടുതലായിട്ട് അറിയുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചില്ല എൻ്റെ പ്രൊഫഷൻ അതായിരിക്കും എന്നുള്ളത്. നമുക്കൊരു ക്ലിയർ ഗൈഡൻസ് ഉണ്ടായിരുന്നില്ലല്ലോ.
ഉണ്ടാവുമല്ലോ. അപ്പം കിട്ടുന്ന നല്ല ക്യാരക്ടർ, അത് സിനിമയിലായാലും ശരി സീരിയലിലായാലും ശരി, ഒരു അഭിനേതാവിനെ സംബന്ധിച്ചിടത്തോളം നല്ല നല്ല ക്യാരക്ടേഴ്സ് ചെയ്യുക എന്നാണല്ലോ നോക്കുക. ഞാൻ അങ്ങനെ നോക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ, ഇപ്പോഴും അങ്ങനെ തന്നെയാണ് നോക്കുന്നത്. എന്നാലും ഇപ്പോൾ ഞാൻ കുറച്ച് സീരിയൽസിനോടൊക്കെ ഞാനൊന്ന് ബായി പറഞ്ഞ ഒരു മട്ടിലാണുള്ളത്. കാരണം എനിക്ക് പ്രീവിയസ് എക്സ്പീരിയൻസ് ഭയങ്കര വിഷമിപ്പിക്കുന്ന ഒരു രീതിയിലായിരുന്നു. ഞാൻ സുധാമണി സൂപ്പറാണെന്ന് പറഞ്ഞിട്ടൊരു സീരിയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ എൻ്റെ 100% കൊടുത്തിട്ടാണ് അതിൽ വർക്ക് ചെയ്തത്. പക്ഷേ അവിടെ നിന്ന് എനിക്ക് കുറേ വളരെ വിഷമകരമായിട്ടുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടായി. പിന്നെ ആ ലൊക്കേഷനിൽ തന്നെ അതിൻ്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ സൂയിസൈഡ് ചെയ്തൊക്കെ മനസ്സിനെ ഭയങ്കര വിഷമിപ്പിക്കുന്ന കാര്യങ്ങളാണ്. ഞാനത് ഓർക്കാനേ പോകുന്നില്ല. അങ്ങനെ പിന്നെ സീരിയൽസ് പിന്നെ ഞാൻ അങ്ങനെ ദാറ്റ് ഈസ് മൈ ലാസ്റ്റ് സീരിയൽ ഇങ്ങനെ പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതാണ്. അതിനുശേഷം ഞാനൊന്നും സീരിയൽ ചെയ്തിട്ടില്ല. സിനിമകളോ അതിനുശേഷം? ഇല്ല. സിനിമകൾ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ 6 സെൻറ്റേഴ്സ് ഞാൻ തുടങ്ങിയെന്ന്. ഈ 6 സ്ഥലത്തും ഇത്രയധികം പബ്ലിസിറ്റി ഇല്ലാതെ ഇത്രയധികം ആളുകൾ വരണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ. നോട്ട് ബിക്കോസ് ഓഫ് ഐ എം എ സെലിബ്രിറ്റി. അവിടെ വരുന്ന ആളുകൾ നോൺ മലയാളീസ് ഉണ്ട്, നോർത്ത് ഇന്ത്യൻസ് ഉണ്ട്, ഒരു പഞ്ചാബികൾ നമ്മളുടെ സൗത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ ഭരതനാട്യം കളിക്കുന്നത് ആലോചിച്ച് നോക്കൂ, അത്രയും. പിന്നെ അപ്പോൾ നമ്മൾ എങ്ങനെയാണോ അവരടുത്ത് ഇൻറ്ററാക്ട് ചെയ്യുന്നത് അതിനനുസരിച്ചിരിക്കുമല്ലോ നമ്മൾക്ക് സ്റ്റുഡൻസ് സ്ട്രെങ്ത് വരുന്നത്. ഒരു പബ്ലിസിറ്റിയും ഞാൻ ഇന്നേ വരെ കൊടുത്തിട്ടില്ല. എവിടെ നോക്കിയാലും മനസ്സിലാവും. പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ വീഡിയോസ് മാത്രം ഇടും, അതും കുട്ടികൾക്ക് ഒരിഷ്ടം. മാമിൻ്റെ പേജിൽ ഞങ്ങളുടെ ഫോട്ടോയും കൂടെ വരുമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ മലയാളി സ്റ്റുഡൻസ് ഒക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ കുട്ടികൾ അങ്ങനെ ചില കുട്ടികളൊക്കെ അന്നേരം അറിയുന്നുണ്ടാവുക ഞാനിങ്ങനെ ഒരു ആർട്ടിസ്റ്റാണെന്ന് പറഞ്ഞിട്ട്. അയ്യോ മാം, ഐ ഹാവ് സീൻ യു ഇൻ ദ മൂവീസ് എന്ന് പറഞ്ഞിട്ട് വരും കുട്ടികൾ. അന്നേരം മാത്രം ഞാൻ പറയും ഉണ്ട് എന്നൊക്കെ പറയും. ചേച്ചിക്ക് ബാംഗ്ലൂരിലേക്ക് ഷിഫ്റ്റ് ചെയ്തതിന് ശേഷമേ നമ്മളെ അറിയാവുന്ന ആൾക്കാർ ചേച്ചി ഇപ്പോൾ പറഞ്ഞില്ല അടുത്ത് വരും പിക്ചേഴ്സ് എടുക്കും എന്നൊക്കെ പറയും. പക്ഷെ എന്തെങ്കിലും നമ്മളിങ്ങനെ ഓർത്തിരിക്കുന്ന ഒരു ഫാൻ മൊമെന്റ് ഉണ്ടായത് ഏതായിരുന്നു ചേച്ചി? ഫാൻ മൊമെൻറ്റ് അന്നും ഇന്നും ഒറ്റ ഒരു ഫാൻ മൊമെൻറ്റ് എനിക്ക് പറയാനുള്ളൂ. കോയമ്പത്തൂർ ഈ പൂയോനക്കാകയുടെ ഫിലിം ആഘോഷിക്കുന്ന സമയത്ത്, അതായത് ഇത്രയോ ദിവസങ്ങൾ ആഘോഷിക്കുന്ന സമയത്ത് ഞങ്ങളെ എല്ലാ ആർട്ടിസ്റ്റുകളെയും അവിടെ വിളിച്ചു. അവിടെ കോയമ്പത്തൂരുള്ള ഒരു തിയേറ്റർ, എനിക്ക് തിയേറ്ററിൻ്റെ പേര് ഓർമ്മ കിട്ടുന്നില്ല, കുറേ വർഷങ്ങളായല്ലോ, 95 ആണത് റിലീസായതെന്ന് തോന്നുന്നു. അപ്പം അവിടെ 111-ാം ദിവസം ആഘോഷിക്കുകയാണേ. ഞാൻ കാറിൽ ഇറങ്ങിയതേ എനിക്ക് ഓർമ്മയുള്ളൂ. കസേരയിൽ ഇരുത്തിയിട്ടാണ് എന്നെ രസികർ കൊണ്ടുപോയത് സ്റ്റേജിലേക്ക്. ആലോചിച്ച് നോക്കൂ, കസേരയിൽ ഇരുത്തിയിട്ട്. ഒന്നുമല്ലാത്ത ഞാൻ, ഇന്നും ഒന്നുമല്ല, പക്ഷേ ഞാൻ പറയും അത്രയും ആ ഒരു ഫാൻ മൊമെൻറ്റ് എന്ന് പറയുന്നത്. അതിനുശേഷം അരുണാചലം എന്ന് പറഞ്ഞ സിനിമയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് രജനി സാറിൻ്റെ സിസ്റ്ററായിട്ട് അഭിനയിച്ചപ്പോൾ തലൈവർ തങ്കച്ചി എന്ന പട്ടം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അവിടുത്തെ രജനീകാന്ത് സാറിൻ്റെ ഫാൻസ് തലൈവർ ഞാൻ വേറൊരു മൂവീൻ്റെ ഷൂട്ടിന് വേണ്ടിയിട്ട് വാഹിനി സ്റ്റുഡിയോയിൽ ഉണ്ടായിരുന്ന സമയത്ത് വലിയ പൂക്കൾ കൊണ്ട് അവർ എന്നെ മാലയിട്ടു. ഒരുപാട് നമുക്ക് അത്രയും ഹെവി ആയിട്ടുള്ളൊരു ഇതുകൊണ്ട് തലൈവർ തങ്കച്ചി എന്നൊക്കെ, അതൊക്കെ ഫാൻ മൊമെന്റ്. അതന്നെ അത്രേ പറയാനുള്ളൂ, എനിക്ക് വേറൊന്നും പറയാനില്ല. മോള് ചേച്ചിയുടെ സിനിമയൊക്കെ കണ്ടിട്ട് അവർക്ക് ഒരു വിലയും ഇല്ല എന്നെ. ആക്ച്വലി അമ്മ വിജയുടെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പോഴാണ് അത് ചോദിക്കുന്നത്. വളരെ വെരി റീസെൻ്റ്ലി ആണ് ഷീ കെയിം ടു നോ ദാറ്റ് ഐ ഹാവ് ആക്ടഡ് വിത്ത് വിജയ്. അപ്പോൾ അമ്മ വിജയൻ്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. എനിക്ക് വിജയനെ ഒന്ന് കാണണമായിരുന്നു അമ്മ എന്ന് പറഞ്ഞു. അത് മാത്രമാണ് അവൾ ആവശ്യപ്പെട്ടത്. അതുപോലെ അമ്മയുടെ കുടുംബസംഗമത്തിന് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് എൻ്റെ അനിയത്തിൻ്റെ മോനും എൻ്റെ അമ്മയും എൻ്റെ മോളും വന്നിരുന്നു. അവർക്ക് എങ്ങനെയെങ്കിലും ടൊവിനോട് കൂടെ ഫോട്ടോ എടുക്കണം, വേറെ ആരുടെ കൂടെ അവർ ഫോട്ടോ എടുത്തിട്ടില്ല. ഞാൻ ലാലേട്ടനും മമ്മൂക്കിയൊക്കെ എല്ലാവരും ഇരിക്കുന്നില്ലേ അവിടെ, അവർക്കൊന്നും എന്താ പറയുക, ടൊവിനോ ആ ഒരു യങ് ജനറേഷൻ്റെ ഒരു ജെൻസി എന്ന് പറയില്ലേ, അതാണ് അവരൊക്കെ ജെൻസിക്ക്